മാതാവിനെ മറന്നുകൊണ്ട്, പാരമ്പര്യത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. പാരമ്പര്യത്തെ മറന്നുകൊണ്ട് ഭൗതിക ഇച്ഛകളിലൂടെ മാത്രം, മെറ്റീരിയൽ ബെനിഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ അവന് നേരിടേണ്ടി വരുന്ന തിരിച്ചടി. For the inauguration, I invite Janab Sayyid Sadiq Ali Shihab Tangal. ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിരുന്നു മർകസ് തർബിയത്തുൽ ഇസ്ലാമിയയുടെ ഉത്ഭവം. അന്ന് സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായ ചില പ്രത്യേക സംഭവ വികാസങ്ങൾ, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിന് ആധികാരികമായിട്ടൊരു സ്ഥാപനം സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആ ഒരു മാർഗദർശനത്തിന് കീഴിൽ ഉയർന്നു വരണം എന്ന അചഞ്ചലമായ സുദൃഢമായ ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വളാഞ്ചേരിയിലെ അന്ന് ഒരു മൊട്ടക്കുന്നും കുറച്ച് കാടുകളുമൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്തിരുന്ന ഈ പ്രദേശത്ത് സ്വപ്നങ്ങളോടെ ഈ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ ചെയ്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്നെ അതിൻ്റെ അമരത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു മർകസ് തർബിയത്തുൽ ഇസ്ലാമിയ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പിതാവുള്ള കാലത്ത് ജാമിയ നൂരിയ അറബിയ അതിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും എല്ലാം വേണ്ടി ബാപ്പ വലിയ താല്പര്യം പ്രകടിപ്പിച്ചത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ജാമ്യയുടെ സമ്മേളനങ്ങൾ, ജാമ്യയുടെ കമ്മിറ്റികൾ, അതിനൊക്കെ വേണ്ടി മറ്റേത് തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് വാപ്പ ചെയ്തിരുന്ന സേവനം. അതേ മാതൃകയാണ് മർകസ് തർബിയത്തുൽ ഇസ്ലാമിയയുടെ കാര്യത്തിൽ ചെയ്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ തിരക്ക്, അദ്ദേഹം പൊതുരംഗത്ത് വന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്, പൊതുരംഗത്ത് വന്നതിൻ്റെ ഒരു പതിറ്റാണ്ടിനുള്ളിലാണ് മർകസ് സ്ഥാപിതമാക്കുന്നത്. അപ്പോൾ മർകസിൻ്റെ ആവശ്യത്തിന് വേണ്ടി നേരത്തെ മുന്നവരോട് പറഞ്ഞതുപോലെ വിദേശ പര്യടനത്തിന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഈ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേര് ഇതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഉന്നതിക്കും എല്ലാം വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അവരിൽ പലരും ആ സമയത്തൊക്കെ അവിടെ വരും. നേരത്തെ ആസാദ് പറഞ്ഞതുപോലെ പലരും ഇപ്പോൾ നമ്മളോടൊപ്പമില്ല. അവരൊക്കെ മണം പറഞ്ഞു പോയിരുന്നു. അവർക്കൊക്കെ മഫറത്തും മർഹമത്തും നൽകും പറയും. അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ സമയങ്ങളെല്ലാം ഇതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കൂടുതൽ താല്പര്യത്തോടെ അതിനുവേണ്ടി അറബ് സഹോദരങ്ങളെയൊക്കെ നിരന്തരം ബന്ധപ്പെടുന്നതിൽ നമ്മുടെ അലി ലാഷിമിയൊക്കെ പോലെയുള്ള അറബ് ലോകത്തെ ഉന്നത വ്യക്തിത്വങ്ങൾ, അവരുമായിട്ടൊക്കെയുള്ള ബന്ധം അത് മർകസിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ മുഹമ്മദ് ശിഹാബ് തങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അറബ് നേതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പം അങ്ങനെ നല്ലൊരു സിലബസോടുകൂടി മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ അതിവിടെ ആവിഷ്കരിച്ചു. ഘട്ടം ഘട്ടമായിട്ടാണ് മർകസിൻ്റെ വളർച്ച എന്ന് നമുക്കറിയാം. ഒരു വലിയ സാമ്പത്തിക ആസ്തിയൊന്നും ഇതിൻ്റെ പിന്നിൽ അന്നുണ്ടായിരുന്നില്ല. എന്നാൽ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായകമായി വർത്തിച്ചു എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിൻ്റെ വിജയം അതാണ്, നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളാണ്. മർകസിൻ്റെ കാര്യത്തിൽ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. തലമുറകളെ മാറിയിട്ടുള്ളൂ, പക്ഷേ മർകസിൻ്റെ ലക്ഷ്യവും ആശയങ്ങളും സംഹിതകളും
ഒന്നും മാറിയിട്ടില്ല. അത് ആ പൂർവികർ എങ്ങനെയാണോ നമുക്ക് കാഴ്ചവെച്ച് തന്നത്, കാണിച്ചു തന്നത്. മഹാനായ ഹസ്രത്ത് അവറുകളുണ്ട്. രാമായണത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ ഇതിൻ്റെ ഏറ്റവും വലിയ ബൗദ്ധിക കേന്ദ്രം അതായിരുന്നു. ബുദ്ധിപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള മാർഗദർശനങ്ങൾ മഹാനായ ഹസ്രത്ത് അവറുകളുടേതായിരുന്നു. അവരുടെയൊക്കെ സ്വപ്നങ്ങളിലുള്ള സ്ഥാപനം അതിപ്പോഴും അതതിൻ്റെ എല്ലാ മികവോടെയും കൂടി മുന്നോട്ട് പോവുകയാണ്. മോണ്ടിസോറി തലം തൊട്ട് ഇപ്പോൾ PG തലം, B.Ed തലം, ടെക്നിക്കൽ മേഖല അതൊക്കെ വളരെ അർത്ഥവത്തായ രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ NAC അതിൻ്റെയും പിന്നെ A ഗ്രേഡ് തന്നെ ഇതിൽ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലും വലിയ അഭിമാനം. അതൊക്കെ തന്നെ കർമ്മനിരന്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. മർക്കസ് ഒരു വലിയ ആശയം എന്നതിലുപരി അതൊരു വലിയ സ്വപ്നമായിരുന്നു. പിന്നോക്ക സമൂഹത്തിന്, പിന്നോക്ക പ്രദേശങ്ങളിൽ അവർക്ക് അവിടെ വിദ്യാഭ്യാസ വെളിച്ചം എത്തിക്കുക എന്നുള്ളത്, അതും ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടോടെയുള്ള വിദ്യാഭ്യാസമാണ്. എന്ന് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ തിരുവെളിച്ചം, അവൻ്റെ തിരുനാമം, ആ തിരുനാമത്തിലൂന്നിയ പരിശുദ്ധ ഖുർആനിൻ്റെ സിദ്ധാന്തങ്ങളിലൂന്നിയ വിദ്യാഭ്യാസം, അതാണ് ലോകത്തിന് കരുത്ത് പകരുന്നത്, ലോകത്തിന് വെളിച്ചം പകരുന്നത്. അതാണ് നൂറ്റാണ്ടുകൾ പിന്നിടും തോറും മനുഷ്യരാശി കൂടുതൽ ആശയങ്ങളോ കൂടുതൽ എക്സ്പീരിയൻസഡോ ആയിക്കൊണ്ടിരിക്കുമ്പോഴും അവരുടെ മനോമുഖരത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തപ്പെടുന്ന വിദ്യാഭ്യാസം അത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസമാണ്. ആത്മീയതയും ഭൗതികതയും ചാലിച്ചു ചേർത്ത വിദ്യാഭ്യാസമാണ്, അറിവാണ് അള്ളാഹു ലോകത്തിന് നൽകിയിട്ടുള്ളത്. നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ മാതാവിൻ്റെ ഉദരത്തിൽ വളരുന്ന ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ച് പഠിക്കുവാനും പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ച് പഠിക്കുമ്പോഴും മാതാവിൻ്റെ കാൽ കീഴിലെ സ്വർഗത്തെക്കുറിച്ച് പഠിക്കുവാനും പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എല്ലാ കാലവും ലോകം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസവും അതാണ്. മാതാവിനെ മറന്നുകൊണ്ട്, പാരമ്പര്യത്തെ മറന്നുകൊണ്ട് മനുഷ്യന് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. എത്രയോ അനുഭവങ്ങൾ ഇന്ന് ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പാരമ്പര്യത്തെ മറന്നുകൊണ്ട് ഭൗതികേച്ഛകളിലൂടെ മാത്രം, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ അവന് നേരിടേണ്ടി വരുന്ന തിരിച്ചടി, ഇന്നും ആ തിരിച്ചടിയുടെ മുനമ്പിലാണ് ലോകമുള്ളത്. ഒരാഴ്ചയായി ലോകം അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചേറിപ്പായുന്ന ബോംബുകൾ, ക്രിസ്മസ് ബോംബുകൾ, ചേറിപ്പായുന്ന മിസൈലുകൾ, അവയെല്ലാം സ്വപ്നങ്ങളെ തകർക്കുകയാണ്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സമാധാനത്തോടെയുള്ള ജീവിതമാണ്. ചിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അള്ളാഹുവിനോട് നമ്മളൊക്കെ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നതും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നതും അതാണ്. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിമോചനത്തിന്, സന്തോഷത്തിന്, അതിനു വേണ്ടിയാണ്. പക്ഷേ മനുഷ്യൻ്റെ ഏറ്റുമുട്ടലുകളെല്ലാം തകർക്കുകയാണ്, എല്ലാ സ്വപ്നങ്ങളെയും ഇല്ലാതാക്കുകയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് നൽകുന്ന വിദ്യാഭ്യാസം, അറിവ്, അത് മനുഷ്യനെ കോർത്തിണക്കുവാനുള്ളതാണ്, ഒരുമിച്ച് ചേർത്തുവാനുള്ളതാണ്, ഒന്നിച്ചിരിക്കുവാനുള്ളതാണ്. ദേശങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളും ഭാഷകളും അത് ഏറ്റുമുട്ടാനുള്ളതല്ല, തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ള മാനദണ്ഡങ്ങളായിട്ടാണ്. മനുഷ്യരാശിയിൽ വ്യത്യാസങ്ങളുണ്ടാകും, ദേശഭാഷ വർണ്ണ വ്യത്യാസങ്ങളുണ്ടാകും. അത് യുദ്ധക്കൊതി തീർക്കുവാനുള്ളതല്ല, അത് ജീവിതത്തിൻ്റെ സൗന്ദര്യം തീർക്കുവാനുള്ളതാണ്. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്.
മനുഷ്യ സ്നേഹമാണ് സൗന്ദര്യം. ആ സൗന്ദര്യത്തിലേക്കാണ് ഖുർആനിൻ്റെ വിജ്ഞാനം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൗന്ദര്യം അത് നിതാന്തമാണ്, അത് അവസാനിക്കുന്നില്ല, അത് മരണത്തോടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. മരണാനന്തരവും ആ സൗന്ദര്യത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് സന്തോഷം പകരുന്നു. നേരത്തെ നമ്മുടെ കുട്ടി ഇവിടെ ഓതിയ ഖിറാഅത്തിൽ അതാണ് പറയുന്നത്. സ്വർഗത്തിൻ്റെ സന്തോഷങ്ങളെക്കുറിച്ചാണ്. അത് മരണാനന്തരമുള്ള സന്തോഷമാണ്. അപ്പോൾ ദുനിയാവിലെയും ഉഖ്റവിയായ ജീവിതത്തിലൂടെയും അതിൻ്റെ ആ സന്തോഷം അത് നേടുവാനുള്ള വിദ്യാഭ്യാസമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസം. അതാണ് മർക്കസും സമകാലികമായിട്ടുള്ള സമാനമായിട്ടുള്ള മറ്റ് നമ്മുടെ ഇസ്ലാമിക സ്ഥാപനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പൂർവികർ നമുക്ക് കാഴ്ചവെച്ചത്. അവരുടെ ആ മഹനീയമായ പിന്തുടരുക എന്നുള്ളത് തന്നെയാണ് എല്ലാ കാലത്തും നമുക്കും ആവശ്യമായിട്ടുള്ളത്. മർക്കസിൻ്റെ ഈ വളർച്ചയിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു. ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് എത്താൻ മർക്കസ് തർബീത്ത് ഇസ്ലാമിക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ജാരിയായ സ്വതക്കയുടെ പരിപൂർണ്ണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി പാടുപെട്ട് ജീവിതം സമർപ്പിച്ച മഹത്തുക്കൾ അവരുടെ ശോഭായമാനമായ ആ മാർഗത്തിൽ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാമേവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് നിർവഹിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.